ഈ 13 വർഷത്തൊരു ഈ ഒരു കേരള നിയമസഭയിലെ ഈ ഒരു ജീവിതം, ഈ 13 വർഷത്തിൽ ഒരു ചെറിയ ചെയ്യുന്നൊരു മൊമെൻ്റ് ഏതായിരിക്കും ഷാഫിക്ക്? ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, എനിക്ക് ഒരു മൊമെൻ്റ് എടുത്ത് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആ 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെയാണ്. അത് ലൈഫിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശേഷമൊക്കെ നിയമസഭയിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഞാൻ ഒരു അവസരമില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരം ഇനി വരുന്നവർക്കില്ല. അതൊരു ചെറിയ അവസരമല്ല. നമ്മൾ പല കാര്യങ്ങളും കാണുകയും പഠിക്കുകയും അത്ഭുതപ്പെടുകയും അതൊക്കെ ശരിക്കും അതൊരു ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസാണ്. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞൊരു പഠന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതായത് തീർന്നു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളായിരുന്നു ആ കാര്യത്തിൽ. ഇപ്പം ആദ്യം നമ്മളൊരു തുടക്കക്കാരനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പം ഇപ്പം ഞാൻ 2011 ഇങ്ങനെ എൻ്റെ ലീഡ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ജയിച്ച് വരുമ്പോഴെനിക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിളി വരിക. അപ്പം ആ വിളി വരുമ്പം സാറേ താങ്ക് യു, എന്തായി മൊത്തത്തിൽ സാർ എന്ന് പറയുമ്പം അതിങ്ങനെ 68, 70, 71 ഒക്കെ ആയിട്ടാണ് ഞാൻ അന്തം വിടുക. എന്താ സാറേ ഇങ്ങനെ, എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതങ്ങനെ നമുക്ക് വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും താൻ ജയിച്ചല്ലോ എന്ന് പറഞ്ഞ ആ സെക്കൻഡ് തൊട്ട് ഈ 72 ആളെയും വെച്ചിട്ട് ആ 5 വർഷം എന്നാൽ വെറുതെ ഒന്നും ചെയ്യാതെ തള്ളി നീക്കുകയല്ല. കേരളത്തിലുണ്ടായ ഇപ്പം എടുത്തു കാണിക്കപ്പെടുന്ന പല മേജർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെയും കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തൊട്ട് ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 72 ആളെയും വെച്ചിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ മേജർ സ്റ്റെപ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, നിശ്ചിതമായ വിമർശനങ്ങൾ, അതിനിശ്ചിതമായ ചെരുപ്പോങ്ങി കാണിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നടന്നൊരു നിയമസഭക്കകത്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഒരു അപേക്ഷയും കൊണ്ട് അപ്പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വരുമ്പോൾ എന്നതാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അത് ചോദിച്ചറിഞ്ഞ് വളരെ ഒരു കമ്പാഷനോട് കൂടി അത് അവർക്ക് പാസ്സാക്കി കൊടുക്കാവുന്ന, അതിപ്പം പുള്ളി കൊടുക്കുന്ന ഔദാര്യമല്ല, പക്ഷേ ഈ ആ പുള്ളിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കുന്നതിന് കാരണമാവരുതെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ ഒരാൾ ഈ ജനതയെ മുഴുവൻ ചേർത്ത് പിടിച്ച് നടക്കുന്ന കാഴ്ച അവിടെ കാണാം. അപ്പോൾ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം, എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന 5 വർഷം ആ സഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ മൊമെൻറ്റിലും ഷാഫി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആബ്സെൻസ് സാറിൻ്റെ തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഞാനതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഇപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ മനുഷ്യരാണ്. ഇപ്പം നമ്മുടെ ഒരു പരിപാടിക്ക് 200 ആൾ പങ്കെടുക്കും എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ 500 ആളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന സാധാരണ മനസ്സല്ല, എല്ലാ കുറവുകളും ഉള്ള, എല്ലാ പോരായ്മകളും ഉള്ള ഒക്കെ സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ 200 ആൾ പങ്കെടുക്കേണ്ട പരിപാടിക്ക് 500 ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. 1000 ആളെ പ്രതീക്ഷിച്ചൊരു പരിപാടിക്ക് 20,000 ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അതാദ്യം ആരെ കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക? സാറേ വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പം സാറ് വരുമായിരുന്നല്ലോ, ഞാനവിടെ മത്സരിക്കാൻ, ഞാൻ ആ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺവെൻഷൻ നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ആളവിടെ വന്നത് പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും ചിലപ്പം കെട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ഒരു ചിരിയേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അല്ലെങ്കിൽ പുറത്ത് ചീത്ത പറയുന്നത് അങ്ങനെ, ഏറ്റവും വലിയ ചീത്ത താനൊക്കെ എന്താടോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അത് ഭയങ്കര ചീത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം, ഇതുപോലെ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പ്, ഇതുപോലെ ജനക്കൂട്ടം, ഇപ്പം പുലർച്ചെ 4:30 മണിക്കൊക്കെ പര്യടനത്തിന് അവിടെ ആളുകൾ കാത്തുകയായിരുന്നു. സാറേ എന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ലല്ലോ. 1,00,000-ലധികം വോട്ടിന് വടകരയിൽ നിന്ന് ജയിച്ച് വന്നിട്ട് അങ്ങനെ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് അസംബ്ലിയിൽ മാത്രമല്ല, എനിക്ക് ഇനിയിപ്പോൾ അത് എൻ്റെ മാത്രമല്ല കേട്ടോ, അത് അതേമായിട്ട് അതിനിപ്പം വേറെ ഇതൊന്നുമില്ല, അതെല്ലാവർക്കും മിസ് ചെയ്യാൻ പോകുന്നൊരു പ്രസൻസ് തന്നെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന കുട്ടികൾ പോലും, പൊളിറ്റിക്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികളോ ചെറുപ്പക്കാർ പോലും, ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നത്തെ കാലം ആ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത്തരം അറിവുകളിലൂടെ ഒരുപക്ഷെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരായിട്ടായിരിക്കും അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന ആളുകൾ പോലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കും.